തിരുവനന്തപുരം ബാലരാമപുരത്ത് 2 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞു കൊലപ്പെടുത്തിയ കേസിൽ അമ്മ ശ്രീധുവിനെ ചുറ്റിപ്പറ്റി ദുരൂഹതകൾ ഏറുകയാണ്. രണ്ടാമത്തെ കുട്ടിയുടെ ഗർഭധാരണ സമയത്ത് തന്നെ ഭർത്താവിനെ ഒഴിവാക്കാൻ ശ്രീധു തന്ത്രപരമായി നീക്കം നടത്തിയിരുന്നു എന്ന് കണ്ടെത്തുകയായിരുന്നു. ഇതിന് രഹസ്യ സ്വഭാവമുള്ള വിശദീകരണം പോലും ശ്രീധു നടത്തിയെന്നാണ് സൂചന. താലി കെട്ടിയ ഭർത്താവിനെ ഒഴിവാക്കാൻ വജ്രായുധമായിരുന്നു ശ്രീധു പുറത്തെടുത്തത്. ശ്രീജിത്തിന്റെ വീട്ടിൽ നിന്നും പ്രശ്നങ്ങൾ കാരണമാണ് ശ്രീധു ബാലരാമപുരത്തേക്ക് എത്തിയത്. അതിനുശേഷം തീർത്തും ദുരൂഹമായിരുന്നു അവരുടെ ജീവിതം. ശ്രീധുവിന്റെ അച്ഛൻ ഉദയന്റെ മരണത്തിൽ നാട്ടുകാർ ദുരൂഹത ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മകളുടെ നിലപാടുകളെ ഉദയൻ എതിർത്തിരുന്നു. അതിന്റെ വിലയാണോ ഉദയന്റെ മരണമെന്ന സംശയവും സജീവമാണ്. ചെറിയ മാനസിക പ്രശ്നമുള്ള ഹരികുമാറിനെ കൊലപാതകിയാക്കി കേസിൽ നിന്നും തടിയൂരാനുള്ള ശ്രീധുവിന്റെ നീക്കമാണോ നടക്കുന്നതെന്ന സംശയവും ഇപ്പോൾ സജീവമാണ്. എന്നാൽ പോലീസ് അന്വേഷണം ശ്രീധുവിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. ഹരികുമാറിന്റെ കുറ്റസമ്മതമാണ് ഇതിന് തടസ്സം നിൽക്കുന്നത്. ഈ കുറ്റസമ്മതവും ഉന്നതതല ഗൂഢാലോചനയാകാൻ സാധ്യതയേറെയാണ്. ഹരികുമാറിന് വഴിവിട്ട ബന്ധങ്ങൾ ഉണ്ടെന്നും അതിന് എല്ലാ സഹായവും സഹോദരി ചെയ്തു കൊടുത്തുവെന്ന തരത്തിലുമാണ് ആദ്യ വാർത്തകൾ വന്നിരുന്നത്. എന്നാൽ ഹരികുമാറിന് അത്തരം പ്രശ്നങ്ങൾ ഉള്ളതായി നാട്ടുകാർക്ക് ആർക്കും അറിയില്ല. ദേവേന്ദുവിനെ കൊലപ്പെടുത്തിയ മാതൃ സഹോദരൻ ഹരികുമാറിന് 10ാം ക്ലാസ് വിദ്യാഭ്യാസമാണ്. 10ാം ക്ലാസ് കഴിഞ്ഞ് ചെണ്ട അഭ്യസിക്കാനും പോയിരുന്നു. 3 വർഷം ആലപ്പുഴയിലെ ഒരു ദേവീക്ഷേത്രത്തിൽ ജോലി ചെയ്തിരുന്നുവെന്ന് ഇയാൾ പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞിന്റെ അമ്മ ശ്രീധുവും ഭർത്താവ് ശ്രീജിത്തും തമ്മിൽ അകൽച്ചയിലായിരുന്നു. ഹരികുമാറും സഹോദരി ശ്രീധു നിഗൂഢ സ്വഭാവമുള്ളവരാണെന്നാണ് പോലീസ് വിലയിരുത്തൽ. അടുത്തടുത്ത മുറികളിൽ നിന്ന് ഇരുവരും നിരന്തരം വാട്സപ്പ് ചാറ്റും വീഡിയോ കോളും ചെയ്യാറുണ്ടായിരുന്നു. ഇത്തരം വീഡിയോ കോളിന് പിന്നിൽ സഹോദരിയുടെ സമ്മർദ്ദമാണോ എന്ന സംശയവും സജീവമാണ്. ശ്രീധുവിനോട് ഹരികുമാർ വഴിവിട്ട് പെരുമാറാൻ ശ്രമിച്ചിരുന്നുവെന്നും അടുപ്പത്തിന് കുഞ്ഞ് തടസ്സമാകുന്നുവെന്ന് കരുതിയാണ് കൊലപ്പെടുത്തിയതെന്നുമാണ് കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യലിൽ പോലീസിന് ലഭിച്ച വിവരം. എന്നാൽ പല സംശയങ്ങൾക്കും ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. ഇരുവരുടെയും വാട്സപ്പ് ചാറ്റുകൾ വീണ്ടെടുക്കാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട്. കേസിൽ അന്വേഷണം തുടരുകയാണെന്നും ശ്രീധുവിനെ കുറ്റവിമുക്തമാക്കിയിട്ടില്ല എന്നും റൂറൽ SP KS സുദർശൻ പറഞ്ഞു. ഫോൺ രേഖകളും സാഹചര്യ തെളിവുകളും പരിശോധിക്കുകയാണ്. ഹരികുമാർ മാനസിക രോഗത്തിന് 6 വർഷമായി ചികിത്സയിലാണെന്നാണ് കുടുംബം പറയുന്നത്. ശ്രീധുവിന്റെ ഹരിയുടെയും കുടുംബ അന്ധവിശ്വാസികളാണെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. പോലീസ് കസ്റ്റഡിയിലെടുത്ത ജോൾസൻ കരിക്കകം സ്വദേശി ശംഖുമുഖൻ ദേവിദാസിന്റെ അനുയായികളായിരുന്നുവെന്നാണ് ശ്രീധുവും ഹരികുമാറും എന്നാണ് പോലീസ് പറയുന്നത്. ഹരികുമാർ 1.5 വർഷത്തോളം ഇയാളുടെ കീഴിൽ ജോലി ചെയ്തിരുന്നുവെന്നും പറയുന്നു. വീട് വാങ്ങാൻ എന്ന പേരിൽ 30 ലക്ഷം രൂപ പല ഘട്ടങ്ങളിലായി ദേവിദാസൻ തട്ടിയെടുത്തെന്നാണ് ശ്രീധു 2 ആഴ്ച മുമ്പ് പോലീസിൽ പരാതി നൽകിയത്. ഇക്കാര്യം സ്ഥിരീകരിക്കാനാണ് ദേവിദാസിനെ ചോദ്യം ചെയ്തതെങ്കിലും അയാൾ അത് നിഷേധിക്കുകയായിരുന്നു. ഹരികുമാർ മറ്റൊരു മന്ത്രവാദിയുടെ സഹായിയായി പോയിരുന്നുവെന്ന് റിപ്പോർട്ടുണ്ട്. ശ്രീധു മതപരമായ പൂജകളിൽ പങ്കെടുക്കുകയും പ്രഭാഷണങ്ങൾക്ക് പോകുകയും ചെയ്തിരുന്നതായും പോലീസിന് വിവരം ലഭിച്ചു. അതേസമയം ദേവസ്വം ബോർഡിൽ താൽക്കാലിക ജീവനക്കാരിയാണെന്നാണ് ശ്രീധു നാട്ടുകാരോട് പറഞ്ഞിരുന്നത്. ഇത് പച്ചക്കള്ളമാണെന്നാണ് സൂചന. ശ്രീധുവിന്റെയും ഹരികുമാറിന്റെയും സാമ്പത്തിക ഇടപാടുകളിലും ദുരൂഹതയുണ്ടെന്ന് പോലീസ് പറയുന്നു. വിവിധ ആവശ്യങ്ങൾ പറഞ്ഞ് ശ്രീധു ബന്ധുക്കളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും വലിയ തുക കടം വാങ്ങിയിരുന്നതായി ബന്ധുക്കൾ പറയുന്നു. ശ്രീധുവിനും കുടുംബത്തിനും സാമ്പത്തിക ബാധ്യത മാറുന്നതിന് പൂജകൾ നടത്താനും കുടുംബം ശ്രമിച്ചതായി സൂചനയുണ്ട്. ആഭിചാര ക്രിയകളുമായി ബന്ധമുണ്ടോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. പണം കടം നൽകിയ പലരും വീട്ടിലെത്തി ബഹളം ഉണ്ടാക്കിയതിന് നാട്ടുകാരും സാക്ഷികളാണ്. സ്വന്തം വീട് തകർന്നു തുടങ്ങിയതിനാൽ കോട്ടുകാൽ കോണത്ത് വാടക വീട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത്. ശ്രീധുവിന്റെ അച്ഛൻ ഉദയകുമാറിന്റെ മരണശേഷം വഴിപാടെന്ന പേരിൽ മകൾ ദേവനന്ദയുടെ തല മൊട്ടയടിച്ചിരുന്നു. പിന്നാലെ ശ്രീധുവും തല മൊട്ടയടിച്ചു. തനിക്ക് ക്യാൻസർ ആണെന്നും ചില ബന്ധുക്കളോട് ശ്രീധു പറഞ്ഞതായി വിവരമുണ്ട്. 2 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞു കൊന്നത് അമ്മാവൻ ഹരികുമാർ ആണെന്ന് പോലീസ് ഉറപ്പിച്ചിട്ടുണ്ട്. അമ്മാവനെ കൂടാതെ മറ്റാർക്കെങ്കിലും പങ്കോ അറിവോ ഉണ്ടോ എന്ന അന്വേഷണത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ദേവേന്ദുവിന്റെ അമ്മയും തന്റെ സഹോദരിയുമായി ശ്രീധുവിനോടുള്ള വൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമെന്നാണ് മൊഴി. അതിനാൽ ഇവർ തമ്മിലുള്ള വൈരാഗ്യത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തുകയാണ് പോലീസ്. അതിൽ പ്രധാനമാകുന്നത് ഇരുവരും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകളാണ്. ശ്രീധുവും 2 മക്കളും അമ്മയും അച്ഛനും കഴിയുന്ന വീട്ടിൽ തന്നെയാണ് സഹോദരൻ ഹരിയും കഴിഞ്ഞിരുന്നത്. പല ദിവസങ്ങളിലും ജോലിക്കൊന്നും പോകാറുമുണ്ടായിരുന്നു. പുറത്ത് അധികം ആരോട് സംസാരിക്കാത്ത പ്രകൃതമായിരുന്നു. കൂടുതൽ സമയം വീട്ടിൽ തന്നെ കഴിയും. ഒരേ വീട്ടിൽ കഴിയുന്ന ശ്രീധുവും ഹരിയും തമ്മിൽ ദിവസവും ഒട്ടേറെ വാട്സപ്പ് ചാറ്റുകൾ നടത്തിയിട്ടുണ്ട്. ഇരുവരും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകളിൽ പലതും വോയിസ് മെസ്സേജുകളാണ്. പകലും രാത്രിയും എല്ലാം മെസ്സേജുകൾ അയച്ചിട്ടുണ്ട്. ഭൂരിഭാഗവും ഡിലീറ്റ് ചെയ്ത അവസ്ഥയിലാണ്. കൊലപാതകത്തിന് ശേഷം ഡിലീറ്റ് ചെയ്തവയല്ല. ഓരോ മെസ്സേജും അയച്ചു കഴിഞ്ഞ് അധികം വൈകാതെ ഡിലീറ്റ് ചെയ്യും. ഹരിക്ക് എഴുതാനും വായിക്കാനും അറിയില്ല എന്നതാകാം വോയിസ് മെസ്സേജുകൾ അയക്കാൻ കാരണമെന്നും പോലീസ് വ്യക്തമാക്കുന്നു. വാട്സപ്പുകളിലെ സന്ദേശങ്ങൾ വീണ്ടെടുക്കുന്നതോടെ എല്ലാം വ്യക്തമാകും. 36 ലക്ഷം രൂപ കുടുംബത്തിൽ നിന്നും തട്ടിയെടുത്തുന്ന പരാതിയിലാണ് ജ്യോതിഷി ദേവദാസിനെ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്യുന്നത്. ഇയാളുടെ പക്കൽ നിന്ന് ഫോൺ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ദേവിദാസിന്റെ ബാങ്ക് അക്കൗണ്ടുകളും പരിശോധിക്കും. നിലവിൽ വനിതാ സംരക്ഷണ കേന്ദ്രത്തിൽ കഴിയുന്ന കുട്ടിയുടെ അമ്മ ശ്രീധുവിനെ ഇന്നലെ SP യുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തിരുന്നു.